ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് രാവിലത്തെ ഒന്നും കാണിക്കുന്നില്ല. ഇന്ന് ഉച്ച മുതലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഉച്ചത്തെ ഫുഡും കാര്യങ്ങളൊക്കെ പ്രിപ്പറേഷനാണ്. ഇന്ന് തിരക്കുള്ളൊരു ദിവസം തന്നെയായിരുന്നു. കാരണം വീട്ടിൽ പണിക്കാരുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതുമല്ല, അനിയൻ വരികയാണ് ഗൾഫിൽ നിന്ന്. അപ്പോൾ വീട്ടിൽ കുറച്ച് പണികൾ നടക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇപ്പോൾ ഉപ്പയും അനിയനും എല്ലാവരും നാട്ടിലുണ്ട്. അപ്പോൾ അടുക്കളയുടെ കുറച്ച് വർക്കുണ്ട്, ടൈല് പണിയുണ്ട്. ഇപ്പോൾ നടക്കുന്നത് അടുപ്പിൻ്റെ പണിയാണ്. ആദ്യത്തെ അടുപ്പ് ആ സൈഡിലിരിക്കുന്നില്ലേ, അതായിരുന്നു. അപ്പോൾ അതൊന്ന് മാറ്റി പണിയാണ് കേട്ടോ. അപ്പോൾ ഓരോരുത്തർ ഓരോ പണിയിലാണ്. ഞങ്ങൾ 4 പേരും ഉണ്ട് കേട്ടോ. ഓരോ പണിയിൽ ഓരോരുത്തർ, ചിലവർ അടിച്ചു വാരി തുടക്കുന്നു, ചിലർ അടുക്കളയിൽ കുക്കിങ്ങിന് സഹായിക്കുന്നു. ഇപ്പോൾ മീൻ പൊരിക്കണത് ഞാനാണ് കേട്ടോ. ഉമ്മ കറി വെക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഓരോ പണികളാകുമ്പോൾ പെട്ടെന്ന് തീരൊന്നുമില്ല. അതിൻ്റെ ഇടയിൽ കുട്ടികളുള്ളവർക്ക്, ഇപ്പോൾ എനിക്ക് ചെറിയ മോനുണ്ട്, അതേപോലെ അനിയത്തിയും അവരുടെ മക്കൾ. അപ്പോൾ ചെറിയ കുട്ടികളുള്ളവർക്ക് അവരുടെ കരച്ചിലും അതും ഇതും ഒക്കെ ആയിട്ട് അങ്ങോട്ടും പോകേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് എല്ലാവരും കൂടി അങ്ങോട്ട് പണികൾ തകൃതി നടക്കുന്നുണ്ട്. രാത്രിക്കൽക്കുള്ളത് രാത്രി അനിയൻ വരികയാണ്. രാത്രി ഒരു 10 മണിയൊക്കെ ആകുമ്പോഴാണ് അനിയൻ വന്നത്. അപ്പോൾ അവൻ വരുമ്പോഴത്തേനും രാത്രിക്കത്തെ ഫുഡ് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ രാവിലെ പണിക്കാരുള്ളതുകൊണ്ട് ഉച്ചക്കൽക്ക് വെറും ചോറും കറികളും, രാത്രി ചിക്കൻ ബിരിയാണി, അങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ വേസ്റ്റ് കളയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോയപ്പോൾ, ഇത് താത്താൻ്റെ മോനാണ്. അവൻ പറമ്പിൽ പോയിട്ട് ഇളനീ വീണെടുക്കുന്നുണ്ട്. അപ്പോൾ അതെടുത്തിട്ട് വരാം, അപ്പം എന്നെ ഒന്ന് ഷൂട്ട് ചെയ്യേ എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാനിന്ന് ഇതാണ് ഞങ്ങളെ ബാക്ക് വശം, കുറച്ച് പറമ്പുണ്ട്. അപ്പോൾ ഇതാണ് ബാക്ക് വശമൊക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ അതിനകത്തെടുത്തിട്ട് വരികയാണ് കേട്ടോ. ഒരു തെങ്ങുമെന്ന് എപ്പോഴും ഇളനീൻ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്. എന്താ കേടെന്ന് അറിയുന്നില്ല. ഇളനീൻ വെറുതെ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്, വലുതാവണില്ല, കൊല ഇടിഞ്ഞു വീഴുകയാണ്. അപ്പോൾ എന്താ സംഭവം എന്നറിയില്ല. അപ്പോൾ അതെടുത്തിട്ട് വരികയാണ് അവന് പൊളിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ വേസ്റ്റ് കളഞ്ഞ് വരുമ്പോഴാണ് ഒരാളിവിടെ വെള്ളത്തിൽ കളിക്കണത് ഞാൻ കണ്ടത്. ഈ പൈപ്പ് മാത്രമാണ് അവനക്ക് തുറക്കാൻ അറിയുള്ളൂ. അപ്പോൾ അവൻ എന്ത് ചെയ്യും, ഈ പൈപ്പിലാണ് എപ്പോഴും കളി. കാരണം അതിൻ്റെ ഇത് വരുന്നത്, ടാപ്പ് വരുന്നത് ഇങ്ങനെയാണ്, തിരിച്ചാൽ മതി. അപ്പോൾ പെട്ടെന്ന് അവർക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. മറ്റേത് തിരിക്കണ്ടേ. ഇതിങ്ങനെ ഒന്ന് ആക്കി കഴിഞ്ഞാൽ സംഭവം തുറക്കാം. അപ്പോൾ അവൻ അതും കളിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം അവൻ കുറച്ചൊക്കെ വാശി പിടിച്ചു. പക്ഷേ ഞാൻ അവിടെ നിന്ന് പിടിച്ചു കൊടുന്നു. അപ്പോഴാണ് അനിയത്തിക്ക് ഇങ്ങനെ കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പൊളിക്കാനുള്ള തത്രപ്പാടിനാണ് അവൾ. ഞാൻ പൊളിച്ചോളാം മേമാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെയാണ്. പക്ഷെ അവൾ വല്ല ഡാമേജ് ഉണ്ടെങ്കിൽ നമ്മൾ തിരിച്ചയക്കണ്ടേ, അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണ്ടേ. അപ്പോൾ അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് മീഷോന്ന് കുറച്ച് മെറ്റീരിയൽസ് വാങ്ങിയതാണ്. അവളിപ്പോൾ അടിച്ച് പഠിക്കാൻ നോക്കുന്നുണ്ട്. ഞാനും ഹെൽപ്പ് ചെയ്യും, പറഞ്ഞു കൊടുത്തിട്ട്. അപ്പോൾ അളവുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ അവൾക്കും അവളുടെ കുട്ടിക്കുള്ളത് അവൾ അടിക്കുന്നുണ്ട്. ഞാൻ പുറത്തൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാവർക്കും കസ്റ്റമൈസേഷനാണ്. ഏത് മോഡൽ വേണമെങ്കിലും വാട്സപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൂടുതലും എനിക്ക് വീഡിയോ എടുക്കാൻ കുറച്ച് മടിയുള്ളതുകൊണ്ട് കൂടുതൽ വീഡിയോസ് ഇല്ല. ഇനി ഇൻഷാ അല്ലാഹ് വീഡിയോ ഒക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ അടുപ്പ് നേരത്തെ കാണിച്ചത് അതാണ് കേട്ടോ. അത് ഒന്ന് സൈഡൊക്കെ ആകെ ഒരു ജാതിയായി. നമുക്ക് ബിരിയാണി ചെമ്പുണ്ടല്ലോ, വെക്കാൻ പറ്റില്ല, ആ ഒരു അവസ്ഥയിലേക്ക് എത്തി. വെക്കാൻ പറ്റില്ല, കാരണം ഈ സൈഡ് ചെമ്പ് മുട്ടും. ബിരിയാണി ചെമ്പ് നമ്മൾ കുറച്ച് ഫാമിലിയൊക്കെ വലിയൊരു ഫാമിലി ആയിട്ടുണ്ട്. മക്കളും അവർക്ക് പേരമക്കളും എല്ലാവരും ആയിട്ട് കുറച്ച് ഫാമിലി വലുതാണ്. എല്ലാവരും കൂടി വന്നാൽ കേട്ടോ, എന്നും എല്ലാവരും ഉണ്ടാവില്ല. പക്ഷേ സ്കൂളൊക്കെ പൂട്ടി എല്ലാവരും വന്നു കഴിഞ്ഞാൽ കുറച്ച് വലിയ ഫാമിലി ആകുമ്പോൾ നമുക്ക് അതിൻ്റേതായ പ്രശ്നങ്ങൾ. ഇത് ഞങ്ങളെ വീട്ടിലുള്ള ജനല, കട്ടില, അതേപോലുള്ള സംഭവങ്ങൾക്ക് വരുന്ന ഒരു കേടാണ്. നിങ്ങൾ ആരെങ്കിലും വീട്ടിലുണ്ട് വെച്ചെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയണേ, എന്താ ഇതിന് ചെയ്തത് എന്നുള്ളത്. ഇതിപ്പോൾ ഞങ്ങൾ ഒന്നിച്ച് മാറ്റണോ എന്താണ് ഇത് ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥയിലാണ്. സംഭവം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നിറയെ പുഴു വരിക. എന്നിട്ട് ഫുള്ള് പുറമേക്ക് നല്ല ഫിനിഷായിട്ടിരിക്കുന്നുണ്ടാവും. പക്ഷെ നമ്മൾ ആ സംഭവം ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ ഫുള്ള് ഗുഹ പോലെ ആക്കിയിട്ടിട്ടുണ്ടാവും. അതൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഇളക്കിയിട്ട് ചെതൽ വന്നിട്ട്, ചെതൽ സാധാ ചെതലല്ല, ഒരു ചെതൽ. ഞാൻ ഇന്ത്യയിൽ പിക്ചറിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഉച്ചക്കത്തെ ഫുഡ് കഴിക്കണ ഒരു തിരക്കിലാണ്. മീൻ കറി
പിന്നെ മീൻ പൊരിച്ചത്, പപ്പടം, ഉപ്പേരി ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ തന്നെയാണ് ഇവർക്ക് വാരി കൊടുക്കുക. സ്കൂളില്ലാത്ത സമയത്ത് ഞാൻ വാരി കൊടുക്കും. കാരണം വയറ് നിറഞ്ഞോ ഫുൾ കഴിച്ചോ. പിന്നെ ഒന്നാമത്തെ കാര്യം എല്ലായിടത്തും പരത്തും. ഒരു 2 മണിക്കൂർ ഇരിക്കും വേണം. അപ്പോൾ ഒരു പ്ലേറ്റ് ചോറ് എടുത്ത് രണ്ടാൾക്കും കൂടി ഒപ്പം വാരി കൊടുത്താൽ സംഭവം പരിപാടി അവസാനിക്കുമല്ലോ. അതുകൊണ്ട് ഞാൻ മാക്സിമം സ്കൂളില്ലാത്ത സമയത്തൊക്കെ ഞാൻ തന്നെയാണ് വാരി കൊടുക്കുക. അപ്പോൾ നമുക്ക് കഴിച്ചു എന്നുള്ളൊരു ഇതും വരും. അപ്പോൾ നമ്മളെ മക്കൾ കുറച്ച് പോരുന്നവരൊക്കെ നമ്മൾ തന്നെയാണ് വാരി കൊടുക്കുക. അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പണിക്കാരൊക്കെ പോയി ക്ലീനിങ് പരിപാടി ഉണ്ടായിരുന്നു ഇഷ്ടംപോലെ. അപ്പോൾ അതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തില്ല. അടിച്ചു വാരൽ, തുടക്കൽ, എല്ലാവരും കൂളിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇപ്പം ഇനി നൈറ്റിലേക്ക് ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടി. അപ്പോൾ അടുപ്പ് അകത്ത് പൂട്ടാൻ പറ്റില്ല, കാരണം പണി കഴിഞ്ഞിട്ടേക്കാണ്. അപ്പോൾ ഞങ്ങൾ പുറത്ത് ഇതേപോലെ അടുപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിലാണ് ഇപ്പോൾ ചെയ്യുന്നത്. അടിയിൽ കവറിങ് വരുന്ന രീതിയിലുള്ളതാണ് കേട്ടോ. നമ്മളെ കട്ടയമൊന്നും ആവില്ല, കവറിങ് വരുന്ന രീതിയിലായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ കാണുമ്പോൾ പണ്ടത്തെ ഒരു വൈബ്. പണ്ടൊക്കെ നമ്മളിങ്ങനെ പുറത്തടുപ്പ് കൂട്ടുമല്ലോ, അപ്പോൾ ആ ഒരു വൈബിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അവൾ അങ്ങനെ മുടി കെട്ടിത്തായോ എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവളിങ്ങനെ വരും, മുടി അങ്ങനെ ഇങ്ങനെ പരന്നൊക്കെ കെടുക്കുകയാണെന്ന് ഉദ്ദേശിച്ചെങ്കിൽ കെട്ടിത്തായോ, വൃത്തിയിൽ കെട്ടിത്തായോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ രാത്രിയായില്ലേ, അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും മുടഞ്ഞിടണം. അപ്പം ഞാൻ അതങ്ങോട്ട് കെട്ടിക്കൊടുത്തു. അപ്പോൾ ഉമ്മ വെള്ളത്തിലേക്ക് വേണ്ട സ്പൈസസും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. ബിരിയാണി ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെയാണ്. വെള്ളം ഇത് സ്ലോ ആണ്, ഓരോ വിറക് വെച്ചിട്ട് കത്തുള്ളൂ, അധികം കുണ്ടൊന്നുമില്ല കേട്ടോ. അപ്പം നൈറ്റിൽ ഇവിടെ ഭയങ്കര രസമാണ്. കാരണം ആദ്യമൊക്കെ പേടിയായിരുന്നു, ഞങ്ങൾ വീടിരുന്ന സമയത്തൊക്കെ ഭയങ്കര പേടിയായിരുന്നു. ഫ്രണ്ടിലേക്ക് നോക്കുമ്പോൾ ഒരു കാട് ഏരിയയിലും. ഇപ്പം നല്ല രസമായി, കാരണം ഫ്രണ്ടിൽ ടർഫ് വന്ന്. അപ്പോൾ നല്ല ആൾക്കാർ കളിക്കാനും കാര്യങ്ങളും എപ്പോഴും തിരക്കുള്ള ഒരു ഏരിയയായി മാറിയിട്ടുണ്ട്. എപ്പോഴും നല്ല വെളിച്ചമാണ് ഫ്രണ്ടിൽ. ഇപ്പോൾ ആരെങ്കിലും ഇല്ലെങ്കിലും നമുക്ക്, മറ്റേത് ഞാനൊന്നും മുറ്റത്തേക്ക് ഇതേപോലെ വരാറില്ല. ഇപ്പം നമുക്ക് എപ്പോൾ വേണമെങ്കിലും, എത്ര പാതിരാത്രിക്ക് വേണം, 12 മണി 1 മണി വരെ ഒക്കെ കളി ഉണ്ടാവും. പിന്നെ കേട്ടോ വീട് 12 മണി 1 മണി വരെ ഒക്കെ കളി ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഈ സമയത്ത് വേണമെങ്കിൽ മുറ്റത്തേക്ക് വരാൻ ഒരു പേടിയില്ല കേട്ടോ. അപ്പോൾ നൈറ്റിൽ നല്ല രസം, സിറ്റ് ഔട്ടിൽ ഇങ്ങനെ കാണും ഇങ്ങനെ കളിയൊക്കെ. അപ്പോൾ ചിക്കനുള്ള സംഭവങ്ങളൊക്കെ അടുക്കളയിൽ സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരാളിൻ്റെ കൂടെ ഇങ്ങനെ കരഞ്ഞിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്തു, പാപ്പു പറഞ്ഞിട്ട് കരയാണ്. അപ്പോൾ എപ്പോഴും ബേക്കറി കൊടുക്കണ്ട. അപ്പോൾ ഞാൻ പാത്രത്തിൽ കുറച്ച് തൈര് ഒഴിച്ചിട്ട് അവൻ്റെ കയ്യിലങ്ങോട്ട് കൊടുത്തു. അതിന് കുറച്ച് മണിക്കൂറുകൾ ഇരുന്ന് കഴിച്ച് തോണ്ടി കഴിച്ച് ഒന്ന് നമ്മൾ കുളിപ്പിച്ച് കൊടുക്കേണ്ടി വരും. പക്ഷേ അതുമ്പോൾ കുറച്ച് നേരം ഇരുന്നോളും. നമ്മളെന്തെങ്കിലും പണിയിലാച്ച ഇവർക്ക് ഭയങ്കര വാശിയാവും. അതുകൊണ്ട് ഇങ്ങനെ എന്തെങ്കിലും ചെയ്താൽ മതി കേട്ടോ. ഇപ്പോൾ അടുപ്പിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ്. അവിടുത്തെ ടൈൽസും കാര്യങ്ങളൊക്കെ അവർ പൊട്ടിച്ച് കളഞ്ഞു. എന്തായാലും ഒക്കെ മാറ്റാനുള്ള ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടിയിട്ട് അത് പൊട്ടിച്ചോ എന്ന് പറഞ്ഞു. പിന്നെ അടുപ്പ് ഇത് ഭയങ്കര കനമാണ് കേട്ടോ. ഇതിൻ്റെ മൂടി ആയാലും ഈ സംഭവം ആയാലും ഒക്കെ എത്ര MM-ൻ്റെയാണ്. അപ്പോൾ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് പട്ടാമ്പിയിലുള്ള ആൾക്കാരാണ് വെച്ചത്. നമ്മുടെ നൗഫൽ ടിക്കേടി എന്നിട്ടുള്ള യൂട്യൂബ് ചാനലുള്ള അക്കാൻ്റെ വീട്ടിൽ പണിത ആൾക്കാർ തന്നെയാണ് നമ്മുടെ വീട്ടിലും വന്ന് പണിതേക്കണത്. അപ്പോൾ നല്ല അടിപൊളി, നല്ല വെയിറ്റ് ഉണ്ട്. ആ മൂടിയൊക്കെ നല്ല വെയിറ്റ് ഉണ്ട്. ഒരു വേണമെങ്കിൽ നല്ല ചൂടൊക്കെ നിൽക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നാളെ മുതൽ ഒരു 5 ദിവസം 6 ദിവസമൊക്കെ ഇതിൽ വെള്ളം നിറച്ചിടണം, എന്നിട്ടേ കത്തിക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ കൂടെ 2 ഇങ്ങനെ വട്ട് സംഭവങ്ങൾ 2എണ്ണമാണ് വരുന്നത്. അപ്പോൾ ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് വേണമെന്നുണ്ട് വെച്ചെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എത്ര MM-ൻ്റെയാണ് കാര്യങ്ങൾ, ഇവരുടെ കോണ്ടാക്റ്റും കാര്യങ്ങളും ഒക്കെ ഞാൻ തരാം. അപ്പോൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി കേട്ടോ. അപ്പോൾ അടുക്കളയുടെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ്. ഇനി ഇത് ഫുള്ള് ടൈലും കാര്യങ്ങളൊക്കെ ഒട്ടിച്ച് കുറച്ച് പൊളിച്ച് പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നടത്തുന്നുണ്ട് കേട്ടോ. നമ്മൾ കുറേ ഭയങ്കര കറയാണ്. ഇവിടുത്തെ കുഴൽക്കിണത്തെ വെള്ളമായതുകൊണ്ട് എപ്പോഴും ടൈലൊക്കെ എത്ര കഴുകിയാലും കറയായിട്ടൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഫിൽറ്റർ വെച്ചിട്ടുണ്ടായി. അപ്പോൾ ഇനിയൊക്കെ ഒന്ന് റെഡിയാക്കി കഴിഞ്ഞാൽ അത്ര കറ വരില്ലല്ലോ. ഇതിപ്പോൾ സ്റ്റീലാണ്. ഈ പ്ലാസ്റ്റിക് കോട്ടിങ് നമുക്ക് റിമൂവ് ചെയ്ത് കളയാം കേട്ടോ. അതിനി പണികളൊക്കെ എല്ലാം കഴിഞ്ഞിട്ട് റിമൂവ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ വെച്ചേക്കാണ് കേട്ടോ. അപ്പോൾ ഇത് അടുക്കളയിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ നമ്മൾ ജസ്റ്റ് വറുത്ത് എടുക്കുകയാണ്. കറുത്ത അണ്ടിപ്പരിപ്പാണ്, അല്ല മുന്തിരിയാണ് കേട്ടോ. അതാണ് ഇങ്ങനെ, അല്ലാണ്ട് കരിഞ്ഞതല്ല. അപ്പം അതിൻ്റെ പണികൾ ഓരോരുത്തർ നോക്കുന്നുണ്ട്. അപ്പം ഞാൻ വോയിസ് ഓവർ എപ്പോഴും കൊടുക്കണത് മക്കളുള്ളതുകൊണ്ട്
എപ്പോഴും മക്കൾ കരഞ്ഞിട്ടും അല്ലെങ്കിൽ ബഹളം വെച്ചിട്ടൊക്കെയാണ്. ഇതിൻ്റെ നടുവിലൊരു ഹോള് വരുന്നുണ്ട്, അത് ഞാൻ കാണിക്കാൻ വിട്ടുപോയി. അത് രണ്ടാമത് വന്നിട്ട് കാണിച്ചത് കേട്ടോ. ഇങ്ങനെ 3 ഇതാണ് വരുന്നത്. ഒന്ന് ചൂടുവെള്ളം അറിയാലോ ഇങ്ങനെയുള്ള. ഇനിയിപ്പോൾ വേണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ ചെയ്യാം. അപ്പോൾ ഇവിടെ തൈര് കൊടുത്ത ആളുടെ അവസ്ഥ ഇതാണ്. ഇങ്ങനെ ഒരു മുക്കിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഫേഷ്യലൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ മുഖം. അപ്പോൾ അടുത്ത ആൾ വന്നിട്ട് വേണമെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അവനക്ക് കൊടുക്കണം കാണി ഇവിടെ. അപ്പോൾ മക്കളുണ്ടെങ്കിൽ നമുക്ക് നേരം പോണതേ അറിയില്ല. അവരുടെ ഓരോ വലിച്ചിടലും കരച്ചിലും കളികളും ഒക്കെ കൂടിയിട്ട് ഇങ്ങനെ നേരം പോണ വഴി അറിയില്ല. ഇപ്പം ഒരു ചെറിയ സമപ്രായക്കാർ അവർ 4 ആളാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ബിരിയാണിയൊക്കെ ദമ്മായിട്ടുണ്ട്. അനിയൻ ഒരു 10 മണിയൊക്കെ ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വിളിക്കാൻ ഞങ്ങളെല്ലാം കൂട്ടുകാരന്മാരാണ് പോയത്. ഇപ്പാനെ വിളിക്കാൻ ഞങ്ങളെല്ലാവരും കൂടി പോയിട്ടോ. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞങ്ങളെ പോയത്. ഇപ്രാവശ്യം അവൻ പറഞ്ഞു കൂട്ടുകാരന്മാരോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൂട്ടുകാരന്മാരാണ് പോയത്. അപ്പോൾ പിന്നെ വീട്ടിലവർക്ക് പണിയൊന്നുമില്ല. അപ്പോൾ വരുമ്പോഴത്തേക്കും ഞങ്ങൾ ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചു. അവർക്ക് കൂട്ടുകാരന്മാർക്കും അതേപോലെ അവനക്കും എല്ലാവർക്കുള്ള ഫുഡും ബിരിയാണി ആയിരുന്നു. അപ്പോൾ അതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പോവാച്ചെങ്കിൽ എന്തായാലും അതൊന്നും നടക്കില്ല. കാരണം ഹോട്ടലിൽ നിന്ന് എവിടെയെങ്കിലും ഫുഡ് കഴിച്ചിട്ട് വരേണ്ടി വരും. അപ്പോൾ അതിനെക്കാട്ടും നല്ലതല്ലേ ഇതെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെയൊക്കെയാണ് ചെയ്തത്. അപ്പോൾ അത് കഴിഞ്ഞ് രാത്രിക്കത്തെ കലാപരിപാടികൾ കളികളൊക്കെ കഴിഞ്ഞ് മക്കൾക്ക് എന്തായാലും 10 മണി 11 മണി ആയിരിക്കും വിശക്കുമല്ലോ. അപ്പോൾ നേരത്തെ തന്നെ ഫുഡ് കൊടുക്കണ്ടായിട്ടോ. അപ്പോൾ കച്ചമ്പർ വേണോ ചോദിച്ചപ്പോൾ വേണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം ഞാനത് എടുത്തില്ല. അപ്പോൾ അവർക്ക് 2 പേർക്കും രാത്രിയും പെട്ടെന്ന് തന്നെ വാരി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വരാൻ ലേറ്റ് ആവുമല്ലോ. അപ്പോൾ അവർക്ക് വിശന്നിട്ടിരിക്കണ്ടേ. മക്കൾക്ക് എല്ലാവർക്കും കൊടുത്തു. ഉറങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.